പറയാം, ഞാൻ എന്തെങ്കിലും ഒരു തട്ടിപ്പ് കാട്ടിയത് തെളിയിക്കാൻ കഴിയോ എന്നാണ് മൗലവിന്റെ ഭയങ്കര ഡയലോഗ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും. ഞാൻ ഏതെങ്കിലും ഒരു മുസ്ലിയാരെ ക്ലിപ്പ് ഇങ്ങനെ പാതിന് മുറിച്ച് ഒരെണ്ണം കൊണ്ടുവന്നാ മോനെ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും. എന്താ മൗലവി നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ? കന്നൂട്ടാൻ വരെ നിങ്ങളെ പറ്റൂല. ഈ നിങ്ങൾ പറയണേ എന്റെ മീശയും താടി മുടിയൊക്കെ ഭരിച്ച് വള്ളി ടൻസർ ഇട്ട് ചാലിയത്തൂടി എന്നാണ്. ദയവ് വിചാരിച്ച് ഇപ്പിരാൻ തന്നെ നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയണില്ല. നിങ്ങൾ ടൗസറും കൂടി ഇട്ടാലേ നാട്ടുകാർ ഇവിടെ പൊറുതി മുട്ടും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ അപ്പണിക്ക് നിൽക്കല്ലേ. നിങ്ങളിടാനുള്ള ചങ്ങലപ്പ നാട്ടിലില്ല. ഒരു നിങ്ങളെ ഉസ്താദുമാർക്ക് ഞാൻ കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാർ അതേ കാണിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ തെളിയിക്കുന്നു. കണ്ടങ്ങൾ നേരെ ഉൾട്ടിയല്ലേ വിഷയോ? വഹാബികളെ, ഞാനൊരു ക്ലിപ്പും ഇവിടെ കൃത്രിമം കാണിച്ചില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഞങ്ങളെ ആലിമീങ്ങളുടെ പ്രസംഗത്തെ കുറിച്ച് ക്ലിപ്പ് ഇട്ടുകൊണ്ടും ഇടാതെയും മൗലവി പച്ചയായ തോന്നിവാസം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മഹാനായ പകര ഉസ്താദ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ പകര ഉസ്താദിന്റെ പ്രസംഗം കേട്ട വഹാബികളോട്, ലൈവിലൂടെ പകര ഉസ്താദിന്റെ പ്രസംഗം കേട്ട മുജാഹിദുകളോട് ചോദിക്കട്ടെ, ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന നിഷ്പക്ഷമതികളായ മനുഷ്യരോട് ചോദിക്കട്ടെ, മഹാനായ പകര ഉസ്താദ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ബീവി ആയിഷ, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോള് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഅ്മിനല്ല എന്നൊരു വാക്ക് പകര ഉസ്താദ് പറഞ്ഞിരുന്നോ? ആർക്കെങ്കിലും അത് തെളിയിക്കാൻ പറ്റുമോ? മഹാനായ പകര ഉസ്താദിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായ അവിടുത്തെ ഭാര്യമാരെ മുഅ്മിനീങ്ങളല്ല എന്ന് സഹോദരന്മാരെ പകര ഉസ്താദ് എന്ന് പറയുന്ന കാലങ്ങളായി നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് വിശുദ്ധ ഇസ്ലാമിക പ്രമാണങ്ങളില് ആധികാരികമായ അവഹാം കൈമാറിയ ഒരു ആലിമിനെ സംബന്ധിച്ച് ഇങ്ങനെ പച്ചയായ കുഫറാരോപണം നടത്തുന്ന മനുഷ്യന് പരലോകത്തെ വിശ്വാസം പോയിട്ട് മനസാക്ഷിയുണ്ടോ? പച്ചക്ക് മൗലവി പറയാണ്. ഒരു പണ്ഡിതൻ കള്ളം പറയാന്ന് പറഞ്ഞാൽ തോന്നിയാസം പറയാന്ന് പറഞ്ഞാൽ ദീന്റെ പേരിൽ അതാണ്. മൗലവി എന്താണോ പറയാൻ പോണത് അതിന് നേരെ വിമർശിച്ചിട്ട് പിന്നെ അതേ കാര്യം മൗലവി ചെയ്യാം. പറയാണെന്ത്? ആയിഷ ബീവി മുഅ്മിനത്തല്ല. മൗലവി ക്ഷമിക്കണം പൊതുജനങ്ങൾ എന്നോട്. ഒരു കുടുംബത്തിൽ പറന്ന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിലേ മഹാനായ പകര ഉസ്താദ് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുഅ്മിനല്ല എന്ന് പറയുന്നൊരു വാചകം ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ആയിഷ ബീവി ഈമാനുള്ള പെണ്ണായിരുന്നില്ല. അത് നിങ്ങൾ കേട്ടോ പ്രസംഗത്തില്? നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടതാണ്. ആയിഷ കണ്ടങ്ങള് ഏതെങ്കിലും മൂക്ക് കീഴ്പ്പെട്ട ഒരു മനുഷ്യൻ കേട്ടിട്ടുണ്ടോ? മഹാനായ പകര ഉസ്താദിന്റെ കഴിഞ്ഞ പ്രസംഗം, ആ പ്രസംഗം ഈ നാട്ടിലെ 4 മാന്യന്മാരായ മധ്യസ്ഥന്മാരെ ഇരുത്തിയിട്ട് ഇവിടെയുള്ള വഹാബികളിൽ നിന്ന് 10 ആളും സുന്നികളിൽ നിന്ന് 10 ആളും ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട പകര ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യാധമൻ പറഞ്ഞ ആരോപണം ആ പ്രസംഗത്തിൽ ഇല്ലെങ്കിൽ മുജാഹിദുകളെ ഈ ഏർപ്പാട് പിരിച്ചുവിട്ട് പോകുമോ നിങ്ങളെ? തന്റെ ഇടണ്ടെങ്കിൽ ഒരു എഴുത്തുതാ. ബാലുശ്ശേരി വെല്ലുവിളിച്ച് ഏതോ സുന്നിയാള് കത്തുകൊടുത്തപ്പോ കിട്ടിയ വണ്ടിക്ക് പോയ ഏർപ്പാടല്ല ഞങ്ങൾ ഈ പറയുന്നത്. മഹാനായ പകര ഉസ്താദ് നടത്തിയ ആ പ്രസംഗത്തിൽ അങ്ങനെ ഒരു പരാമർശം ഈ നാട്ടിലെ, അതിനിപ്പം മുസ്ലിമീങ്ങൾ തന്നെ ആകണമെന്നില്ല, മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളോ ആയ 4 മധ്യസ്ഥന്മാരെ വിളിക്കുക. അതുപോലെ സഹോദരന്മാരെ 10 മുജാഹിദും വരട്ടെ, 10 സുന്നികളും ഇരിക്കട്ടെ ഒരു മേശക്ക് ചുരുറ്റും. എന്നിട്ട് പകര ഉസ്താദിന്റെ ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മനസാക്ഷി വേണ്ടേ വഹാബികളെ? കണ്ടങ്ങളി ഈ ഹയവാൻ മൗലവി ഞാൻ ഏതെങ്കിലും ഒരു അവ്യക്തമായത് ഒരാളെ കുറിച്ച് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് എത്രമാത്രം പച്ചയായ കളവാണ് ഒരു ആലിമിനെ കുറിച്ച് പറഞ്ഞത്.